മൈദ അലർജിയുള്ള ആൾക്കാർ, ചിലതരം നട്സുകൾ അലർജിയുള്ള ആൾക്കാരുണ്ട്, കോഴിമുട്ട പറ്റാത്ത ആൾക്കാരുണ്ട്, പാല് പറ്റാത്ത ആൾക്കാരുണ്ട്, ചിലതരം മത്സ്യങ്ങള്, ധാന്യങ്ങള്, സോയാബീൻ ഒക്കെ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മളെ ഇവിടെ ഇരിക്കുന്ന പകുതിയിൽ കൂടുതൽ ആൾക്ക് അലർജി ഉണ്ട്, അറിയില്ല. നമ്മുടെ രീതി എങ്ങനെയാണെന്നറിയോ? എന്ത് കിട്ടിയാൽ തിന്നും. നമ്മളെ വലിയ തമാശയാണ്. എന്താ അവര് സുബിക്ക് പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞ് സുബീസ്കരിച്ച് പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന? അത് എല്ലാ മതക്കാർക്കുള്ള പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? എല്ലാ മതക്കാരും പ്രാർത്ഥന 1201 എന്ത്? ദൈവേ ദീർഘായുസ്സ് തരണേ, അസുഖമൊന്നും വരുത്തല്ലേ, അതല്ലേ പ്രാർത്ഥിക്കണേ. എന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ദീർഘായുസ്സിന് പ്രാർത്ഥിച്ചിട്ട് അവൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഉച്ചക്ക് പോകുന്നത് കല്യാണത്തിനാണ്. കല്യാണത്തിന് പോയ അവസ്ഥ വരെ അവിടെ ബുഫേ ഒക്കെ ഉണ്ടാവും. ബുഫേയിൽ പോയാൽ പിന്നെന്താ അവസ്ഥ? അവര് തീറ്റയാണ് അല്ലെ? അവിടെ വലിയ പ്ലേറ്റ് കിട്ടും നോക്കും, അതിലെല്ലാം കൂടി നിറച്ചിട്ട് വെളിച്ചക്കുറവുള്ള സ്ഥലത്ത് വന്ന് ഒക്കെ അകത്താക്കിയിട്ട് പെരുണ്ടെങ്കിൽ നിൽപ്പിട്ട് ഇരിക്കണോ കിടക്കണോ എന്നറിയില്ല. അപ്പൊ ഒരു സെവനപ്പ് കുടിച്ചാലോ എന്നൊക്കെ പറയില്ലേ? ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്നതിന്റെ അർത്ഥം. നമ്മളപ്പോ ഡയലോഗ് കളിക്കലോ, എത്ര ഓൻ തന്നതാവോ, ഏത് ഓൻ തന്നതാ പ്രശ്നം, നമ്മൾ തിന്നതല്ല. ഒരു കാര്യക്കാരനോട് പറയണം, സാറ് പറഞ്ഞ സത്യം. എന്റെ കണ്ണൂരിക്കാരൻ പറഞ്ഞു, എന്താ ചീത്ത അങ്ങനെ തന്നെയാണ്. ഇത് മെഴുകൊണ്ട് ഡെക്കറേഷൻ ഉണ്ടാക്കി വെച്ച് തണ്ണി പത്തക്കല്ലേ, അതുവരെ കാണാനില്ല, അതുവരെ തിന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തിന്നണ്ട. കല്യാണത്തിന് പോകുമ്പോൾ മക്കളോടൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, എന്താണ് നല്ലോണം തിന്നോണ്ട് ഇനി രാത്രി ഒന്നും തിന്നാൻ തരില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഉതകുന്ന, നമുക്ക് വേണ്ടത് നമ്മുടെ വയറാണ്, നമ്മുടെ ശരീരമാണ്, മനസ്സിലാക്കി കഴിക്കുക. ഞാൻ അലർജിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ അലർജി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പൊ MSG അജിനോമോട്ടോ ചേർക്കലുണ്ടാവും, ഇല്ലെന്നാ പറയാ. പൊതുവെ മലപ്രകാരം ദീപികാരൊക്കെ ഒരു ചിന്ത അറിയോ? അജിനോമോട്ടോ വലിയ വിഷമാണ്, കളർ കുഴപ്പമില്ല. തിരിച്ചാണ്, കളറാണ് വലിയ വിഷം. അജിനോമോട്ടോ നല്ലതൊന്നല്ല. പക്ഷെ MSG അജിനോമോട്ടോ ബ്രാൻഡ് നെയിമാണ്. MSG എന്ന് പറയാം, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. MSG ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അത് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിരോധിച്ചിട്ടില്ല. അത് ചേർക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആളുകൾ കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണം, ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ വസ്തുക്കളിൽ അജിനോമോട്ടോ ചേർക്കുന്നുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കേസം, അത് അലർജിയിൽ വരുന്ന കാര്യം കൂടെയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് പറയാം, ഓരോ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ലേബലിംഗ് പ്രധാനപ്പെട്ട കുറച്ചുകൂടി പോയിന്റ് പറയാം. ലേബലിംഗ് നോക്കാറുണ്ടോ? സാധനം വാങ്ങുമ്പോ പല ആൾക്കാരും കടയിലൊക്കെ പോയിട്ട് പാക്കറ്റ് ഒക്കെ നോക്കണം. നോട്ടം കണ്ടു കഴിഞ്ഞാല് ഏതോ ഉദ്യോഗസ്ഥനാ തോന്നിപ്പോവും. നമ്മൾ നോക്കണ ശരിക്കും എന്താ? നമ്മൾ നോക്കണ എന്താ? 50 പൈസ കുറവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കണ്ടെന്ന് പറയണില്ല, അതൊക്കെ നോക്കിക്കോളൂ. അതിന്റെ കൂടെ ഒരു പാക്കഡ് സാധനം. ഇവിടെ കാണുന്ന വേറെ വ്യത്യാസമാണ്, പലരും ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്കറ്റ് ആക്കിയിട്ട് വെക്കുക. ദീപികയോട് എനിക്ക് പറയാനുള്ളതാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് കളർ മിക്സ് ചെയ്ത ഡ്രിങ്കുകൾ. ദയവ് ചെയ്ത് അത് അവസാനിപ്പിക്കുക. ഹോട്ടലുകാരോട് അത് നിരോധിച്ചതല്ല, പക്ഷെ ഈ കളറിൽ ഈ ഡ്രിങ്കുകളിൽ കളർ അനുവദിക്കാൻ കാരണം എന്താണെന്നറിയോ? എന്താണ്? ലഡു ജിലേബി ഇതിൽ കളർ കുറച്ച് അനുവദിച്ചത് കണക്ക് എന്താണെന്നറിയോ? അത് ജീവിത ശൈലി പ്രകാരം നമ്മൾ ഒരു ലഡു എപ്പോഴാ കഴിക്കുക? അല്ലെങ്കിൽ ഒരിക്കലും ലഡു കഴിക്കുള്ളൂ. ഈ ഡ്രിങ്ക് എന്തും കുടിക്കൂല. അത് എന്തെങ്കിലും പുറത്തു പോകുമ്പോഴൊക്കെ ഒരു ഡ്രിങ്ക് കുടിച്ചാലായി. പക്ഷെ നമ്മൾക്ക് അങ്ങനെയാണോ? നമ്മൾ ഓരോ പുറത്ത് 10 രൂപയ്ക്ക് കുടിച്ചില്ലെങ്കിൽ സമാധാനമില്ല. അളവിൽ ഇത്ര അളവ് വരെ ശരീരത്തിന് കുഴപ്പമില്ല എന്നൊരു കണക്കുള്ളതുകൊണ്ടാണ് ഇപ്പൊ അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഇളനീരിന്റെ ജ്യൂസ് ഇല്ലേ, അവർക്ക് ഓരോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നിൽക്കുക. അതിന് സ്കോപ്പ് ഉണ്ടാക്കൂ. നല്ലതിനാ. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ കാര്യം ഉറപ്പുണ്ടാവുക. ലാബിൽ ഒരു പാക്കഡ് സാധനമാണെങ്കിൽ അതിന്റെ പുറത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പാക്കഡ് സാധനങ്ങൾ പുറത്ത് മതിയായ ലാബിൽ ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫൈൻ എത്രയെന്നറിയോ? 20,000 രൂപയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും പാക്കഡ് സാധനത്തിൽ ഇല്ലെങ്കിൽ, അത് ഒന്നാമത്തെ കാര്യം. ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. ദീപ്ശ്രീയുടെ ആൾക്കാർ മുളക് പൊടി പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെന്ന് കരുതിക്കോളൂ. എന്തൊക്കെ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ ബ്രാൻഡ് നെയിം ദീപ്ശ്രീ അല്ലെങ്കിൽ മസാല, പല പേരുകളുണ്ട്. ആ ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. രണ്ടാമത് അതിന്റെ ഐറ്റത്തിന്റെ പേര് മുളക് പൊടി. മൂന്നെന്തുണ്ടായിരിക്കണം? അതിന്റെ തൂക്കം കാണിച്ചിരിക്കണം. എടുത്തിട്ടില്ല, എത്ര ഫൈൻ അറിയോ? 10 ലക്ഷം രൂപയാണ്. ആകെ 100 രൂപയുടെ കേസാണ്. ഒരു കാര്യം മനസ്സിലാക്കി, മതിയായ ലൈസൻസിനെ പറയുന്നത്. മതിയായ ലൈസൻസ് നിങ്ങളുടെ വിറ്റ് വരവ് ഒരു വർഷം 12 ലക്ഷത്തിന് താഴെയാണെങ്കിലേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ? രജിസ്ട്രേഷൻ 100 രൂപ പറ്റുള്ളൂ. വിറ്റ് വരവ് 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് FSSAI ലൈസൻസ് ആണ്. അത് മാത്രമല്ല, ചില ഹോട്ടലുകാരുണ്ട് റീറ്റെയിൽ കൈൻഡ് ഓഫ് ബിസിനസ് ഉണ്ട്. നിങ്ങൾ ഏത് തരം ബിസിനസ് ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അതിന് ഉതകുന്ന ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ്? ഒരുത്ത വണ്ടി കൊടുക്കുന്നത് കാറാണ്, പോലീസ് കൈ കാണിച്ചു അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി പോകാൻ ലൈസൻസ് കാണിച്ചു ഏതിന്റെ അറിയോ? ബൈക്കിന്റെതാണ്. എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഇവിടെ പല ആൾക്കാർ കച്ചവടം ചെയ്യണേ. മതിയായ ലൈസൻസ് എടുക്കുക. നിങ്ങൾ എന്ത് തരം ബിസിനസ്, എന്ത് കാറ്റഗറി ചെയ്യുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ. അതിന് ഉതകുന്ന രീതിയിൽ
കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഹോട്ടൽ, സിനിമ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവർ ശരിക്കും വരെ ലൈസൻസിലാണ്. ലൈസൻസിന് എത്രയാണ് വർഷം ഫീസ്? 2000 രൂപയാണ്. ഇന്ന് പറയുന്ന രജിസ്ട്രേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ട് മതിയായ രേഖയാക്കി വെക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ പല പ്രൊജക്ടുകൾ ഇനി വരും. ദ്വീപിൽ പല പ്രൊജക്ടുകളും വന്നുകൊണ്ടേയിരിക്കും. അതിൽ കാറ്ററിംഗ് ഉണ്ടാവും, അതിൽ ഫുഡ് സർവീസ് ഉണ്ടാവും. അവർ കണ്ടീഷൻസ് വെക്കും. എന്താണ്? ഫസ്റ്റ് ടാക്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മതിയായ രേഖ ഉണ്ടോ, അപ്പോഴേ അവിടെ നമുക്ക് അവസരം കിട്ടുള്ളൂ. അല്ലെ? പല ആൾക്കാരും ഇപ്പൊ അകത്തിയിലും പല സ്ഥലത്തൊക്കെ ടൂറിസം നന്നായി വികസിച്ചു. പക്ഷെ അവിടെ പ്രത്യേക ഏജൻസി വന്നിട്ടൊക്കെ ചെയ്യണേ. അതിന്റെ ഏജൻസി പുറത്തുനിന്ന് വരുന്നത്